ഇനി കല്യോട്ട് അങ്ങാടിയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, കല്യോട്ട് അങ്ങാടി, അവിടെയൊക്കെ കനത്ത സുരക്ഷയുണ്ടെന്ന് മനസ്സിലാകുന്നു. പോലീസ് ബന്ദോബസ്തിലാണ് കാര്യങ്ങളെന്ന് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ ഇത്രയും കനത്ത സുരക്ഷ ഏർപ്പെടുത്താൻ ഈ വിധി വന്നതിന് ശേഷം എന്തെങ്കിലും ബഹളങ്ങൾ ഉണ്ടാകുമെന്ന് സുരക്ഷാ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജാഗ്രത പോലീസ് വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ അങ്ങാടി മൊത്തം, അതായത് കല്യോട്ട് പെരിയ ഭാഗങ്ങളിൽ മൊത്തം ശക്തമായൊരു ആക്രമണം നേരിട്ടിരുന്നു. ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡുകളും കടകളുമൊക്കെ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇരു രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ ശക്തി പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെന്തായാലും പോലീസ് മുൻകൂട്ടി കണക്കിലെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കൊച്ചി CBI കോടതി അല്പസമയത്തിനകം കേസിലെ വിധി പറയാനിരിക്കുകയാണ്. പോലീസ് നല്ല ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കല്യോട്ട് മേഖലയിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. 160 പോലീസുകാരാണ് ഈ കല്യോട്ട് അങ്ങാടിയിൽ മാത്രം നിൽക്കുന്നതെന്നുള്ളതാണ്. 2 ഡിവൈഎസ്പിമാരാണ് ഈ സുരക്ഷാ ചുമതല നിലവിൽ ഉള്ളത്. ഒന്ന് ബേക്കൽ DYSP മനോജും SMS DYSP പ്രേംചന്ദും. ഒപ്പം ASPയുടെ നേതൃത്വത്തിൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. ശക്തമായ സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം കല്യോട്ടങ്ങാടിയിൽ നിരീക്ഷണ ക്യാമറകളും പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ 2 പാർട്ടികളെയും CPIMൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതാക്കളെ വിളിച്ചിരുത്തി ഒരു സർവകക്ഷി യോഗം പോലീസ് ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇന്ന് ഒരു തരത്തിലുള്ള പ്രകടനങ്ങളും പാടില്ല എന്ന് പോലീസ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിധി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അവരുടെ പ്രകടനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രതികളുടെ വീടിനുൾപ്പെടെ പോലീസ് സുരക്ഷ നൽകിയിരിക്കുന്നു. നേരത്തെ അരുൺ പൂപ്പറമ്പ നിന്ന സ്ഥലത്താണ് ഈ 5ാം പ്രതി ഗിജിൻ്റെ വീടുള്ളത്. ആ ഭാഗത്തുൾപ്പെടെ പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവാൻ പാടില്ലെന്ന ഒരു നിർബന്ധം പോലീസ് ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തുന്നുണ്ട്. SK. ഓക്കെ അരുൺ, ഇപ്പോൾ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11 മണിയോടെ കോടതി CBI സ്പെഷ്യൽ കോടതി ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകാന്ത് കൂടി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. 2017 ഫെബ്രുവരി 17 കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കേസാണ് പ്രത്യേക കോടതിയിലെ വിധി ഇന്ന് പ്രഖ്യാപിക്കുക. ശിക്ഷാവിധിയാണ് ഇന്നുണ്ടാവുക. നേരത്തെ 24 പ്രതികൾ 10 പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്ന 14 പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് കോടതി വിധിക്കും. കേരളം മുഴുവൻ ഉത്കണ്ഠയോടെ കാണുന്ന ഒരു കേസാണ് ഇത്. പെരിയ ഇരട്ട കൊലക്കേസ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ കേസ് കൃപേഷും ശരത്ലാലും ഈ 2 കോൺഗ്രസ് പ്രവർത്തകരായ ചെറുപ്പക്കാരെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിന് ആധാരം. എന്തായാലും കരുണ കാണിക്കണം എന്നുള്ള പ്രതികളുടെ അഭ്യർത്ഥന കോടതി കാണുമോ എന്നൊക്കെയുള്ള കാര്യം അറിയാം. എന്നാൽ ശ്രീകാന്ത് ടെലിഫോണിലുണ്ട്. ശ്രീകാന്ത്, ഈ പ്രതികളെ ഒന്നൊന്നായി കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് കോടതി വരാന്തയിൽ? നിലവിൽ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കോടതിയിലേക്ക് ഈ പ്രതികളെ എത്തിക്കുന്നതാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെയാണ് നിലവിൽ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുന്നത്. ഒന്നൊന്നായി ഇപ്പോൾ ഒരു വാനിൽ ഇവിടേക്ക് അതീവ സുരക്ഷയിലാണ് ഒരു വാനിൽ ഇവിടേക്ക് എത്തിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികളും അതോടൊപ്പം തന്നെ 10-15 പ്രതികളെയുമാണ് നിലവിൽ ഇപ്പോൾ ഈ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നേരത്തെ പ്രോസിക്യൂട്ടറും CBI പ്രോസിക്യൂട്ടറും അതോടൊപ്പം തന്നെ ഈ കേസിലെ ഉദ്യോഗസ്ഥരും കോടതിയിലേക്ക് എത്തിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് നിലവിലിപ്പോൾ ഈ ദൃശ്യത്തിൽ നമ്മൾ കണ്ടതുപോലെ പ്രതികളെ കൂടി ഇവിടേക്ക് എത്തിച്ചത്. അതായത് നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം 11 മണിയോടുകൂടി ആരംഭിക്കും. പക്ഷേ ഇതിന്റെ ഉത്തരവടക്കം വരാൻ പോകുന്നത് ഏതാണ്ട് 12 മണിയോടുകൂടിയായിരിക്കും. ഈ കേസിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് KV കുഞ്ഞിരാമൻ ഇപ്പോൾ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ മണികണ്ഠൻ നമുക്ക് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികളും CPIM നേതാക്കളുമാണ് ഇരുവരും. KV കുഞ്ഞിരാമൻ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ഉദുമ MLA ഇപ്പോൾ കോടതി മുറിയിലേക്ക് പോയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. തൊട്ടു പിന്നാലെ മണികണ്ഠൻ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. CPIMന്റെ നേതാവാണ്. ഇപ്പോൾ കോടതി മുറിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രതികൾ ഈ കോടതി വരാന്തയിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം കോടതി നടപടികൾ ആരംഭിക്കും. ഓക്കെ, പെരിയ ഇരട്ട കൊലക്കേസിലെ പ്രതികളെ കോടതിയിൽ എത്തിക്കുന്നതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും CBI പ്രോസിക്യൂട്ടേഴ്സൊക്കെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന പ്രതികളെയാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ പ്രതികളെല്ലാം തന്നെ കോടതിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാകും. അവരുടെ മുന്നിൽ വെച്ചായിരിക്കും CBI സ്പെഷ്യൽ കോർട്ട് ഇന്ന് വിധി പറയും.
നിലവിലിപ്പോൾ ഈ പ്രതികളെ കോടതി മുറിയിലേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. CPIM-ന്റെ കാസർകോട്ടെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ കേസിലെ പ്രതിപ്പട്ടികയിൽ വന്നിട്ടുള്ളത്. KV കുഞ്ഞിരാമൻ, മുൻ ഉദുമ MLA ആണ് KV കുഞ്ഞിരാമൻ. KV കുഞ്ഞിരാമനെ അല്പസമയം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതോടൊപ്പം തന്നെ മണികണ്ഠൻ, CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അവിടുത്തെ. മണികണ്ഠൻ അടക്കമുള്ളവർ വന്നിട്ടുണ്ട്. ഭാസ്കരൻ, KV ഭാസ്കരൻ അവിടുത്തെ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. KV ഭാസ്കരൻ ഈ കോടതി വരാന്തയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെയാണ്. പ്രതികളുടെ മുഖത്ത് ഇന്നിപ്പോൾ നോക്കുമ്പോൾ വലിയ ഭാവഭേദങ്ങൾ കാണുന്നില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടാണ് ചില പ്രതികൾ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് തങ്ങൾക്ക് വലിയ കുലുക്കമില്ല, തങ്ങൾക്ക് വലിയ ഭാവഭേദമില്ല എന്ന് കാണിക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നത്. പക്ഷേ ഇതേ പ്രതികളാണ് കഴിഞ്ഞ തവണ കുറ്റക്കാരെന്ന് കണ്ടെത്തിയപ്പോൾ അവരുടെ സകല ആശ്വാസവും ആവേശവും അറ്റ് കോടതി വരാന്തയിൽ കരഞ്ഞ് മെഴുകുന്ന കാഴ്ച നമ്മൾക്ക് കാണാനും സാധിച്ചിരുന്നു. തങ്ങൾ അതിലൊരു പ്രതി പറഞ്ഞത് താൻ തന്റെ ചെറിയ പ്രായത്തിൽ ചെയ്തു പോയ തെറ്റാണ്, അതിനാൽ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.